ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു പ്രഭാതം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ ബലഹീനതയിലും താഴ്ചയിലുമാണ് ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവാത്മാവ് എന്നെ ഫലമേൽപ്പിച്ച ദൈവവചനം ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. നൽകപ്പെട്ട മഹത്തായ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന ശരീരഭാഗം കൺമണിയാണ്, കണ്ണ്. മനുഷ്യ ശരീരത്തിന് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. എതിലൂടെങ്കിലും ഒരു കാറ്റ് വീശിയാൽ മതി, ഉടനെ മനുഷ്യൻ അറിയാതെ അവൻ്റെ കണ്ണ് അവൻ അടയ്ക്കുന്നു, കൺപോളെ അടച്ച് കൺമണിയെ പരിപാലിക്കുന്നു. ഈ കൺമണി പോയാൽ പിന്നെ ജീവിതത്തിൽ ഒരർത്ഥവുമില്ല, കാഴ്ചയൊന്നും കാണാൻ കഴിയില്ല. എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിച്ചറിയാൻ കഴിയില്ല. കാഴ്ച ദൈവത്തിൻ്റെ ദാനമാണ്. ആ കാഴ്ച നഷ്ടപ്പെടാതെ മനുഷ്യനെ സൂക്ഷിക്കുന്ന ഒരനുഭവം ദൈവം കാണുന്നത് മനുഷ്യനിൽ കൂടെയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൺമണി പോലെയാണ്, അവനെ പരിപാലിക്കുന്നു. ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ ദൈവത്തിന് പിന്നെ എന്ത് കാണാൻ? ഈ മനുഷ്യപുത്രന്മാരെ കാണാനാണ് ദൈവം സ്വർഗത്തിൽ വസിക്കുന്നത്. ഈ മനുഷ്യപുത്രന്മാരോടുകൂടെ അവൻ്റെ പ്രമോദമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യനെ അത്രത്തോളം ദൈവം സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം വായിച്ചതായ വേദഭാഗം നമ്മെ ഓളിയിടുന്ന മരുഭൂമിയിലും ഇരുട്ടിലും ദൈവം കണ്ടെത്തി, ചുറ്റി പരിപാലിച്ചു. എന്താണ് ഈ ഓളിയിടുന്ന മരുഭൂമി? കാട്ടുപ്രദേശം. നിങ്ങൾ ആരെങ്കിലും കാട്ടിലെ ഓളി കേട്ടിട്ടുണ്ടോ? ഹോളിംഗ് സൗണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അസ്തമിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടനെ ആദ്യമായി നമ്മൾ കേൾക്കുന്നത് ചീവീടിൻ്റെ ശബ്ദം. ഇരുട്ടിന്മേൽ അധികാരം സ്ഥാപിച്ചു കൊടുക്കുന്നത് ചീവീടുകളാണ്. വലിയ ജീവിയൊന്നുമല്ല, ചെറിയ ഒരു ജീവിയാണ്. പക്ഷെങ്കിൽ ഈ ചീവീടിൻ്റെ അലപ്പ് കേട്ടുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു: ഏകാന്തത. ഒരുപാട് മനുഷ്യരുള്ളിടത്ത് ചീവീട് അലയ്ക്കത്തില്ല. നമ്മൾ തനിയെ ഒരിടത്ത് നിൽക്കുമ്പോൾ, കാട്ടിലായിരിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുന്ന നാഴികയിൽ ചീവീടുകൾ ശബ്ദം ഉയർത്തുന്നു. കാട്ടിലെ അധികാരത്തിൻ്റെ മുന്നറിയിപ്പ്. കാട്ടിലെ ജീവികളുടെ ഓളി. കുറുക്കൻ ഓളിയിടുന്നു, നായ്ക്കൾ ഓളിയിടുന്നു, മൃഗങ്ങൾ സഞ്ചരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് രാത്രിയിലെ ഭയത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. അനേക കാട്ടുമൃഗങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. അവർക്ക് വേണ്ടി തീറെഴുതി കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യ ജീവിതം എപ്പോഴും ഒരു മനോഹരമായ പൂന്തോട്ടത്തിന് തുല്യമായ ജീവിതമല്ല. അവൻ്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവമുണ്ട്. മരുഭൂമിയിൽ അനുഭവം എന്ന് പറഞ്ഞാൽ നോ പ്ലേസ് ടു സ്റ്റേ. പാർക്കുവാൻ ഇടമില്ല, ഒരു ഷെൽട്ടറില്ല, സഹായികളില്ല, ആശ്രയിക്കുവാനും വിശ്രമിക്കുവാനും പുകഴുവാനും അഭിമാനം കൊള്ളുവാനും ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ മരുഭൂമി ദൈവം മനുഷ്യന് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു പള്ളിക്കൂടമാണ്. അവിടെ വെച്ച് മേഘങ്ങളെ പിന്തുടരുവാൻ മനുഷ്യരെ അഭ്യസിപ്പിച്ചു. ദൈവശബ്ദത്തെ കേൾക്കുവാൻ മനുഷ്യനെ അഭ്യസിപ്പിച്ചു. കാഹളത്തിൻ്റെ ശബ്ദത്തെ പിന്തുടരുവാൻ
അവൻ അഭ്യസനം കൊടുത്തു. പർവ്വതങ്ങളിൽ കേൾക്കുന്നതായ മഹാശബ്ദത്തെയും ദൈവശബ്ദത്തിൻ്റെ ആ ഒച്ചയും കേട്ട് അതിനെ പ്രതിഭജിക്കുവാനുള്ളതായ ഒരു വലിയ ശക്തി മനുഷ്യന് കൊടുത്തു. അങ്ങനെ എന്തുകൊണ്ടും മന്ന കൊടുത്ത് മനുഷ്യനെ തൃപ്തനാക്കി, ആരോഗ്യമുള്ളവരാക്കി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനും ദൈവം തന്നിരിക്കുന്നത് ഒട്ടും മോശമല്ല, കുറഞ്ഞതല്ല, ദൈവം സകലത്തിനും മതിയായവനെന്ന് അവനെ തിരിച്ചറിയിക്കുവാൻ ദൈവം ഏർപ്പെടുത്തിയ പള്ളിക്കൂടത്തിൽ ഉള്ളതായ ജീവിതം മനുഷ്യനെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ദൈവത്തിന് നന്നായി മനസ്സിലായി. അങ്ങനെ അവരെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് നാം ഇന്ന് വായിച്ചതായ വേദഭാഗം. ദൈവം അവരോട് പറയുന്നതായ, അല്ലെങ്കിൽ ദൈവം അവരെ കണ്ടെത്തിയായ സ്ഥലത്തെക്കുറിച്ച് അവിടെ ഒരു വർണ്ണന കൊടുക്കുകയാണ്. അവരെ മരുഭൂമിയിൽ ഓളിയിടുന്നതായ, മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും അവരെ കണ്ടു. മനോഹരമായ ദേശത്തല്ല കണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് അവൻ നിൽക്കുമ്പോൾ അവൻ ആശ്രയമില്ലാതെ ഭയവിഹുലമായ ഒരു ഹൃദയം, അവിടെ ദൈവം ചുറ്റിപ്പറ്റുന്നതായ ഒരനുഭവം അവനെക്കുറിച്ച് അവനോട് മനസ്സിലാക്കിക്കുവാൻ ദൈവം സാഹചര്യമൊരുക്കി. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ ഒരു അനുഭവം ഉണ്ട്. എപ്പോഴും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സമയമല്ല, എപ്പോഴും സന്തോഷിക്കാവുന്ന സമയമല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകാത്തവർ വളരെ ചുരുക്കമാണ്. സമ്പന്നനും ദരിദ്രനും, പണ്ഡിതനും പാമരനും, ദാസനും യജമാനനും, അല്ലെങ്കിൽ ഏത് ഉയർന്നവനും താഴ്ന്നവനും ഒക്കെ, കറുത്തവനും വെളുത്തവനും, എല്ലാ നിറത്തിലും ഭാഷയിലും രാജ്യത്തിലും അവസ്ഥയിലും സാഹചര്യങ്ങളിലും പെട്ടവർക്കെല്ലാം മരുഭൂമി എന്ന് പറയുന്നതായ ഒരു സംഗതിയുണ്ട്. അവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം, രാത്രിയിലെ ഓളിയുടെ ശബ്ദം അവരെ ഭയപ്പെടുത്തുന്ന ശബ്ദം. ഏകാന്തമായി ഒരു കാട്ടിൽ കൂടെ നമ്മൾ കടന്നുപോയിക്കോളൂ, അല്ലെങ്കിൽ വെള്ളത്തിന്മീതെ രാത്രിയുടെ യാമത്തിൽ നിങ്ങളൊന്ന് സഞ്ചരിക്കൂ. തനിയെ നിങ്ങൾ ചുറ്റോട് ചുറ്റും വെള്ളം പൊങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ, ഭയം തോന്നും. കാരണം ഓളി, നമ്മളറിയാത്ത ഓളി ശബ്ദം. എവിടെ നിന്നാണ് ഈ ഓളി ശബ്ദം എന്ന് അവർക്കറിയില്ല. എന്തൊക്കെയോ ഓളിയിടുന്ന മൃഗങ്ങൾ, ജീവികളാണോ അതോ മൃഗങ്ങളാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, പിശാചുക്കളാണോ, അല്ലെങ്കിൽ ഭൂതങ്ങളാണോ? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സംശയം പൊങ്ങി വരികയാണ്. നമ്മൾ ഓരോ ശബ്ദത്തിനും ഓരോ അർത്ഥം കൊടുക്കുന്നു. അത് ഭൂതമാണ്, അത് പിശാചാണ്, അത് യക്ഷിയാണ്, അത് സർപ്പമാണ്, അല്ലെങ്കിൽ ജീവികളാണ്, ഇന്നതാണ് എന്ന് നമ്മൾ അതിനെല്ലാം പേരിടുന്നു. എന്നാൽ ദൈവം നമ്മെ തിരിച്ചറിയുന്നത് ഭയത്തിനടിമകളായി, മറ്റാരും ആശ്രയമില്ലാതെ ഭയത്തോടെ വിറയ്ക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. അവിടെ ദൈവം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത് വെറും കാഴ്ചക്കാരനായിട്ടല്ല, അവനെ ചുറ്റിപ്പറ്റി അവനോട് ഭയപ്പെടേണ്ട, എൻ്റെ തേജസ് നിനക്ക് ചുറ്റും ഇരിക്കുന്നു എന്ന് അവനെ ബോധ്യപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അവനെ സൂക്ഷിക്കുന്നത് കൺമണി പോലെ, ഒരു കേടും വരാതെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് മഹത്തായ സൂക്ഷിപ്പാണ്. അത് ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന ദാനമാണ്, ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അങ്ങനെ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ മാത്രമേ ആ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇല്ലായെങ്കിൽ അത് കേവലം പുസ്തകത്തിലെ ഒരു പാരായണം മാത്രമാകും, സംഗീതത്തിലെ ഈരടികൾ മാത്രമാകും, അല്ലെങ്കിൽ പാട്ടിലെ ഈണങ്ങളും താളങ്ങളുമായി പോകും. ചിലമ്പുന്ന കൈത്താളമോ മുഴങ്ങുന്ന ചെമ്പോ ഒക്കെ ആയിപ്പോകും ജീവിതത്തിൻ്റെ അവസ്ഥ. ഇല്ല, ദൈവം യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ, നമ്മെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരും, ആരുമില്ലാത്ത സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം നമ്മൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മൾ പ്രാണത്യാഗത്തോളം നമ്മൾ വലഞ്ഞു പോകുന്നു, നമ്മൾ മരിപ്പാറായി. നാം അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നിന്റെ മരുഭൂമിയുടെ അനുഭവം കർത്താവ് കണ്ടു. അവിടെ നിനക്ക് പാർക്കുവാൻ സ്ഥലമില്ലായിരുന്നു, നിന്നെ ക്ഷണിക്കുവാൻ ആരുമില്ലായിരുന്നു, നിന്നെ ആദരിക്കുവാനും നിന്നെ മാനിക്കുവാനും സ്നേഹിക്കുവാനും ആരുമില്ലായിരുന്നു. ഒറ്റപ്പെട്ട അനുഭവം. കാട്ടുമൃഗങ്ങളുടെ ശബ്ദം കേട്ട് നിന്റെ ജീവനെ ഭയന്ന് അടുത്തൊരു പ്രഭാതം നിനക്ക് കാണുവാൻ കഴിയുമോ എന്ന് നിന്റെ ഹൃദയത്തിൽ ഭാരം നിറഞ്ഞതായ സമയം. ആ സമയത്താണ് ദൈവം നിന്നെ തേടി വന്നത്. ആ സമയത്താണ്
ദൈവം നിനക്ക് അഭയമായി വന്നത്. അത് മാത്രമല്ല, ദൈവം സൂക്ഷിച്ച വിധത്തെക്കുറിച്ച് നിന്നോട് പറയുകയാണ്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ. നമ്മുടെ കണ്ണിനെ നമ്മൾ എത്ര മഹത്തായിട്ടാണ് സൂക്ഷിക്കുന്നതെന്നറിയാം. ആരെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ സൂക്ഷിപ്പിനെ കുറിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെയൊക്കെ കണ്ണിൽ ഊതി നോക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ശബ്ദം, ഒരു കാറ്റിൻ്റെ അവസ്ഥ, ഒരു അപകടമെന്ന് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണ് സ്വയമായിട്ടൊരു തീരുമാനമെടുക്കുന്നു, കണ്ണടയ്ക്കുക. അത് നമ്മൾ പോലും അറിയുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു കണ്ണിൻ്റെ നിയമമാണ്. ഇങ്ങനെ കണ്ണിൻ്റെ നിയമത്തെ സൂക്ഷിപ്പിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണായി നമ്മെ കണ്ടുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയായി ദൈവം മനുഷ്യനെ കാണും. അങ്ങനെ ആ കൃഷ്ണമണിയെ ദൈവം സ്നേഹിക്കുന്നു, മറയ്ക്കുന്നു, പരിപാലിക്കുന്നു. അതിന് ആപത്തൊന്നും ഉണ്ടാകരുതെന്ന് ദൈവം നിശ്ചയിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് തരുന്ന മഹത്തായ വാഗ്ദത്തം, വിശ്വസിക്കാവുന്ന വാഗ്ദത്തം. നിനക്ക് അപകടമെന്ന് പലപ്പോഴും നീ ചിന്തിച്ചതായ സാഹചര്യങ്ങൾ ദൈവം നന്നായി അറിയുന്നു. മൃഗങ്ങളെയും ഓളിയിടുന്ന ജീവികളെയും സൃഷ്ടിച്ച ദൈവം അത് നിനക്ക് അപകടകരമാകാതിരിക്കത്തക്കോണം അവയുടെയൊക്കെയും വായ അടച്ചു കളയുന്നു. രാത്രിയിലെ ഭയത്തെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി നിനക്കും നിന്റെ ഭവനത്തിനും അടുത്ത് വരാതിരിക്കത്തക്കോണം അവൻ ചുറ്റിപ്പരിപാലിക്കുന്നു. അതെന്തിനാണ് ഈ ചുറ്റിപ്പരിപാലിക്കുന്നത്? ഒരു വശത്ത് നിന്ന് അല്ലെങ്കിൽ മറുവശത്ത് നിന്ന് നിനക്കൊരാപത്തുണ്ടാകും എന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് നിനക്ക് ചുറ്റോട് ചുറ്റും ഹി മേക്സ് എ സർക്കിൾ പ്രൊട്ടക്ഷൻ. അതിനെ ഒരു ചുറ്റി ദൈവം പരിപാലിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം, ഒരു വശത്ത് മാത്രം സംരക്ഷണം ഉണ്ടെങ്കിൽ മറുവശം തുറന്നു കിടക്കുന്നു, ശത്രു അതിൽ കൂടെ കയറാൻ സാധ്യതയുണ്ട്, ഓളികൾ അതിൽ കൂടെ കടന്ന് നിന്നെ ഭയപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ദൈവം അതുകൊണ്ട് നിന്നെ ചുറ്റിപ്പറ്റുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്ര നല്ല സ്നേഹത്തെ കണ്ടെത്തി ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, വിശ്രമിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്ക് ഈ പകൽക്കാലം ദൈവം പ്രത്യാശയുടെ താഴ്വരയെ വാഗ്ദത്തത്തെ നിനക്ക് വേണ്ടി അയക്കുകയാണ്. എന്താണെന്നറിയാമോ? നിന്നെ അവൻ പലപ്പോഴും മരുഭൂമിയിൽ ഭയന്ന് നിലവിളിക്കുന്ന, വിറങ്ങലിക്കുന്ന, എവിടെ നിന്നാണ് ഈ ഓളിയുടെ ശബ്ദം, എവിടെ നിന്നാണെന്ന് അറിയാതെ നീ തത്രപ്പെടുന്നതായ കാലയളവിൽ, സമയങ്ങളിൽ നിന്നെ തേടി വരുന്നതായ ഒരു സ്നേഹമുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ഒരു സ്നേഹമുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെയും ഭവനത്തെയും പരിപാലിക്കുന്ന ഒരു സ്നേഹമുണ്ട് എന്ന് നിന്നോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നീ അവനിൽ രക്ഷ കണ്ടെത്തുന്നുവെങ്കിൽ, അവനിൽ ആശ്രയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അവനിൽ സൂക്ഷിപ്പിന്റെ കരം നിനക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ ശബ്ദം നിന്നോടാണ്, ആ വാക്ക് നിന്നോടാണ്. താൻ സംസാരിക്കുന്നത്, ഞാൻ നിന്നെ മരുഭൂമിയിൽ മൃഗങ്ങൾ ഓളിയിടുന്നതായ കാട്ടിൻ പ്രദേശങ്ങളിൽ വെച്ച് കണ്ടു, നിന്നെ ഞാൻ ചുറ്റിപ്പറ്റി പരിപാലിച്ചു, കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാത്തു. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ ഇങ്ങനെയുള്ളൊരു സൂക്ഷിപ്പാണ് നമുക്ക് ആവശ്യം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പല വശങ്ങളിൽ നിന്ന് നാം പല ഉപദ്രവങ്ങൾ, ഭയവിഹുലമായ ചില സാഹചര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പഴുതടച്ചുള്ളതായ ഒരു സൂക്ഷിപ്പ്, അതാണ് യഥാർത്ഥമായ വാക്ക്. ചുറ്റി പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ സകല പഴുതുകളും അടച്ചും കൊണ്ടുള്ളതായ ഒരു സൂക്ഷിപ്പ്. ദൈവജനത്തിന് വിശ്വാസത്താൽ ദൈവത്തിൽ, ക്രിസ്തുവിൽ നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിൽ നമുക്ക് അത് അവകാശപ്പെടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായ അവസ്ഥയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കുന്നത് എത്ര മഹത്വകരമായിട്ടാണെങ്കിൽ നമ്മെ ദൈവം കൺമണിയായി കാണുന്നു. അതിനെ സൂക്ഷിക്കുന്നതിന് ദൈവം എത്ര മഹത്വമുള്ള സ്നേഹമാണ് നമ്മളിൽ വച്ചിരിക്കുന്നത്. ഈ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, കാണുവാൻ തക്കവണ്ണം നിന്റെ കണ്ണുകൾ ഈ പ്രഭാതത്തിൽ പ്രകാശിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ കാതുകൾ ഈ പ്രഭാതത്തിൽ തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ മനസ്സ് ഇതിനു വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ രക്ഷയും സൂക്ഷിപ്പിനെയും കണ്ട് ആശ്വാസത്തെ പ്രാപിപ്പാൻ, അവന്റെ വാഗ്ദത്തങ്ങളെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ പ്രഭാതം നിന്നെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.